ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. 3 വർഷം ഒന്നും ചെയ്തില്ല എന്നത് ആശ്ചര്യകരമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്ന് കോടതി ചോദിച്ചു. രാജ്യത്തെ നിയമങ്ങൾ സർക്കാരിനും ബാധകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് നിർദ്ദേശമുണ്ട്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക, അന്വേഷണം CBIക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക ബെഞ്ചിന് മുന്നിലുള്ളത്. ഓഡിയോ ക്ലിപ്പ് അടക്കം ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. എന്നിട്ടേ മുദ്രവെച്ച കവർ ഞങ്ങൾ തുറക്കുകയുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ കോടതി വിമർശനം ഉന്നയിച്ചത്. എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗനം പാലിച്ചു എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് കോടതിയുടെ ഉത്തരവ്. വിഷയത്തിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് സർക്കാരായിരുന്നു. എന്തുകൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നും കോടതി ചോദിക്കുന്നു. പ്രധാന വിഷയത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനില്ലേ? ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്നും കോടതി അറിയിച്ചു. അതേസമയം സ്ത്രീകൾ ന്യൂനപക്ഷമല്ലെന്നും ഭൂരിപക്ഷമാണെന്നും അവർക്ക് ഒരു പ്രശ്നം വന്നാൽ ഉടനടി നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നമായി മാത്രം ഇതിനെ കാണാനാവില്ലെന്നും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമായി സർക്കാർ ഈ റിപ്പോർട്ടിനെ കാണണമെന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചത്. എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്നും അതിനാണ് രാജ്യത്ത് നിയമങ്ങളുള്ളതെന്നും അനുസരിച്ചാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. അന്വേഷണ സംഘം നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. SITയും സർക്കാരും സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് കോടതി അറിയിച്ചു. തുടർന്ന് നടപടിയെടുത്തോ എന്ന് അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കണമെന്നും SIT തിരക്കിട്ട നടപടികളിലേക്ക് കടക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കണം, മാധ്യമ വിചാരണ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണം എന്ന് വരുമ്പോൾ തീർച്ചയായും നിരവധി നടന്മാർ ഇനിയും കുരുക്കിലകപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഏതായാലും ഹൈക്കോടതിയുടെ ശക്തമായ നിരീക്ഷണം കൂടി ഇതിന്റെ പിന്നാലെയുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ആരൊക്കെയാണ് നടന്മാരെന്നും അതിൽ വെളിപ്പെടുത്തിയിട്ടുള്ള നടന്മാരെ കുറിച്ചുള്ള അന്വേഷണം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.